ഇന്ന് പയ്യന്നൂർ പെരുമാളുടെ തിരുസന്നിധിയിലാണുള്ളത്. ഇന്ന് പയ്യന്നൂർ പെരുമാളുടെ കൊട്ടാരം നിറയാണ്. അതുപോലെ തന്നെ പയ്യന്നൂരിലും ഇന്ന് തന്നെയാണ് നിറ. ഇവിടുന്ന് കതിര് വാങ്ങിയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ഭക്തജനങ്ങളും നാട്ടുകാരും നിറക്കുക. ആ അർത്ഥത്തിലേറെ പ്രാധാന്യമുണ്ട് പയ്യന്നൂർ പെരുമാളുടെ കൊട്ടാരം നിറക്ക്. ഈ ദിവസം പൊതുവേ നമ്മൾക്കറിയാം, ഇത് കർക്കിടക മാസമാണ്. നിറ ഉള്ള ദിവസം ശക്തമായ രീതിയിലുള്ള മഴയുണ്ടാവും. ആ മഴ ഇന്ന് രാവിലെ മുതൽ നല്ല മഴയാണ്. നമ്മുടെ ആ മഴയിൽ പയ്യന്നൂർ പെരുമാളുടെ ക്ഷേത്രത്തിലെ ചില കാഴ്ചകൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നിരവധി ഭക്തജനങ്ങളാണ്, അതുപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികളാണ് ഈ ക്ഷേത്രത്തിലെത്തിയിട്ടുള്ളത്. നമ്മൾ ആ കാഴ്ചകൾ, പയ്യന്നൂർ അമ്പലത്തിലെ മഴക്കാല കാഴ്ചകൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആ കാഴ്ചകളിലേക്ക് വളരെ പ്രധാനപ്പെട്ട പയ്യന്നൂർ പെരുമാളുടെ ഭൂതത്താൻ തറയാണ്. ഇത് ഒരുപാട് ഐതിഹ്യ പെരുമയുള്ള ഒരു സ്ഥലമാണിത്. അതുപോലെ തന്നെ ഇതാണ് പയ്യന്നൂർ പെരുമാളുടെ കൊട്ടാരം. ഇത് ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെയാണ് ആദ്യമായിട്ട് ഇവിടെ നിറക്കും. ഇതാണ് കൊട്ടാരം നിറ. കൊട്ടാരത്തിൽ നിറക്കുക എന്ന് പറയുന്ന ചടങ്ങ്. ഇതാണ് പയ്യന്നൂർ പെരുമാളുടെ കൊട്ടാരം. ആ ചടങ്ങ് കഴിഞ്ഞു. വളരെ ഭക്ത്യാദരപൂർവ്വം അവിടെ പോയിട്ട് നിറക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കും. അതിൻ്റെ ദൃശ്യങ്ങൾ വേറെ എടുത്തിട്ടുണ്ട്. ഇതൊരു മഴക്കാല ദൃശ്യം എന്നുള്ള രീതിയിലാണ്. നിറയും മഴയും സമൃദ്ധമായിട്ടുള്ള ഒരു കാഴ്ച എന്നുള്ള രീതിയിലാണ് പച്ചവെളിച്ചം ഈ ഒരു ദൃശ്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. കൊട്ടാരം കണ്ടോ? വളരെ മനോഹരമായ, അതുപോലെ തന്നെ ഐതിഹ്യ പെരുമയുള്ളൊരു സ്ഥലമാണ് പയ്യന്നൂർ പെരുമാളുടെ കൊട്ടാരം.